സാമ്പത്തികമായി പിടിച്ചുകുലുക്കാൻ ശത്രു രാജ്യങ്ങൾ. സൈനിക യുദ്ധം കഴിഞ്ഞു, ഇനി സാമ്പത്തിക യുദ്ധത്തിലേക്ക്. ഇറാനെതിരെ ഉപരോധം തീർക്കാൻ ശത്രു രാജ്യങ്ങൾ നീക്കം നടത്തുന്നു. വിലക്കയറ്റ ഭീഷണിയിലാണ് ഇപ്പോൾ ടെഹ്റാൻ. പശ്ചിമേഷ്യയിലെ സംഘർഷം പുതിയ ഘട്ടത്തിലേക്ക് കടക്കുന്നതിനിടയിലാണ് സൈനിക ഏറ്റുമുട്ടലിൽ ലക്ഷ്യം കൈവരിക്കാനാകാതെ വന്ന ശക്തികൾ ഇപ്പോൾ ആകട്ടെ സാമ്പത്തിക യുദ്ധത്തിൽ ഇത്തരത്തിൽ തിരിച്ചടികൾ നൽകാനായി ശ്രമിക്കുന്നതായി തന്നെ ഇപ്പോൾ മുന്നറിയിപ്പുമായി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. അത് മാത്രമല്ല, ഉപരോധങ്ങൾ കൂടുതൽ ഘടിപ്പിക്കുവാനും വിപണിയിൽ സമ്മർദ്ദം സൃഷ്ടിക്കുവാനും വിലക്കയറ്റം രൂക്ഷമാക്കാനുമുള്ള ശ്രമങ്ങളാണ് നടത്തുന്നതെന്നതാണ് ടെഹ്റാൻ ആരോപിക്കുന്നത്. ഇറാനെ നേരിട്ട് യുദ്ധഭൂമിയിൽ സമ്മർദ്ദത്തിലാക്കുന്നതിന് പകരം രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെയും അതുപോലെ ജനജീവിതത്തെയും ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെ പുതിയ തന്ത്രം ഉപയോഗിക്കുക എന്നതാണ് ഇവിടെ ഇവർ വ്യക്തമാക്കിയിരിക്കുന്നത്. യുദ്ധം തോക്കുകളും മിസൈലുകളും ഉപയോഗിച്ച് മാത്രമല്ല, വിപണിയെയും അതുപോലെ കറൻസിയെയും ജനങ്ങളുടെ ജനജീവിതത്തിന്റെ അവരുടെ ദൈനംദിന ചെലവുകളെയും എല്ലാം തന്നെ ലക്ഷ്യമിട്ടുകൊണ്ട് നടക്കുമെന്നതാണ് ഇപ്പോൾ ഇവിടെ ഒരു മുന്നറിയിപ്പായി തന്നെ നൽകിയിരിക്കുന്നത്. ഉപരോധങ്ങൾ ശക്തമാക്കുന്ന സാഹചര്യത്തിൽ ഇറാനിലെ വിലക്കയറ്റവും സാമ്പത്തിക സമ്മർദ്ദവും രാഷ്ട്രീയ വെല്ലുവിളിയായി തന്നെ മാറാനും സാധ്യതയുണ്ട്. അതേസമയം സാമ്പത്തിക സമ്മർദ്ദത്തിലും ഇറാനെ മുട്ടുകുത്തിക്കാനുള്ള ശ്രമങ്ങൾ ഇവിടെ നടത്തുന്നതായി തന്നെയാണ് പ്രധാനമായും US നടത്തുന്നതായി തന്നെയാണ് വ്യക്തമാക്കുന്നത്. നിലപാടിലാണ്, വലിയ നിലപാടുകളാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ ഒരു ശ്രമത്തോട് തങ്ങളുടെ രാജ്യം വഴങ്ങില്ല എന്ന ശക്തമായ നിലപാട് തന്നെയാണ് ഇറാൻ സ്വീകരിച്ചിരിക്കുന്നത്. യുദ്ധഭൂമിയിൽ ഇറാനെ തളർത്താതെ തന്നെ, അല്ലെങ്കിൽ അവർ യുദ്ധഭൂമിയിൽ തോൽക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ഇത്തരം ഒരു രീതി അവലംബിക്കുകയാണോ ഇവിടെ US എന്ന ചോദ്യം അടക്കമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇറാനെതിരെ പുതിയ രീതിയിലുള്ള ഉപരോധങ്ങൾ, അതായത് വ്യാപാര നിയന്ത്രണങ്ങൾ, സാമ്പത്തിക സമ്മർദ്ദങ്ങൾ എന്നിവ ശക്തമാക്കാൻ സാധ്യതയുണ്ട് എന്നതാണ് ഇവിടെ ടെഹ്റാൻ നൽകുന്ന സൂചന. ഇതിന്റെ ആദ്യ ആഘാതം സാധാരണ ജനങ്ങളുടെ ജീവിതത്തിലായിരിക്കും പ്രതിഫലിക്കുന്നത്. വിപണിയിൽ വിലക്കയറ്റം രൂക്ഷമാകുവാനും കറൻസിക്ക് മേൽ സമ്മർദ്ദം വർദ്ധിക്കുവാനും ആവശ്യ വസ്തുക്കളുടെ എല്ലാം തന്നെ വില ഉയരുവാനും സാധ്യതയുണ്ട് എന്നും ഇറാൻ ഭരണകൂടത്തിന്റെ ആശങ്ക കൂടുതൽ വർദ്ധിക്കാൻ ഇടയാകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു എന്നതാണ് ഇവിടെ നിരീക്ഷകരടക്കം വിലയിരുത്തിയിരിക്കുന്നത്. യുദ്ധത്തിൽ ജയിക്കാനായില്ല എങ്കിൽ സാമ്പത്തികമായി തന്നെ ശ്വാസം മുട്ടിക്കുക എതിരാളികളുടെ പുതിയ തന്ത്രം ഇതാണ് എന്നതാണ് ഇപ്പോൾ പ്രധാനമായും പുറത്തുവരുന്ന വാർത്ത. എന്നാൽ സാമ്പത്തിക ഉപരോധം പുതിയൊരു കാര്യമൊന്നുമല്ല. വർഷങ്ങളായി തന്നെ പാശ്ചാത്യ രാജ്യങ്ങളിൽ ഇത്തരത്തിൽ ഉപരോധങ്ങളെ നേരിട്ട് കൊണ്ടുള്ള അനുഭവങ്ങൾ പലതവണ ഇറാൻ അതിന് ഇരയാകുന്ന ഒരു അവസരം ഉണ്ടായിട്ടുണ്ട് എന്നതാണ് ഇവിടെ ഭരണകൂടം തന്നെ നൽകുന്ന സന്ദേശത്തിൽ നിന്ന് വ്യക്തമാക്കുന്നത്. പക്ഷേ ഇവിടെ ഇറാന്റെ മുന്നിലുള്ള മറ്റൊരു വെല്ലുവിളി അത് വളരെയധികം വലുതാണ്. പുറത്തു നിന്നുള്ള ഉപരോധ സമ്മർദ്ദം മാത്രമല്ല, രാജ്യത്തിനകത്തെ വിലക്കയറ്റം, കറൻസിയുടെ മൂല്യങ്ങളെ ഇടിവ്, തൊഴിൽ മേഖലയിലെ പ്രതിസന്ധി എന്നിവയെല്ലാം തന്നെ രാഷ്ട്രീയമായി തന്നെ ഭരണകൂടത്തിന് തലവേദന സൃഷ്ടിക്കാൻ ഇടയാകുന്നു എന്നതാണ് മറ്റൊരു വസ്തുത. അതിനാൽ തന്നെ സാമ്പത്തിക ഉപരോധം ശക്തമായാൽ അത് ഇറാന്റെ വിദേശ നയത്തെ മാത്രമായിരിക്കില്ല, ആഭ്യന്തര സ്ഥിരതയും ബാധിക്കാൻ വളരെയധികം സാധ്യതയുണ്ട്. മറുവശത്ത് ഉപരോധങ്ങൾ വഴി ഇറാനെ ഇത്തരത്തിൽ ചർച്ചാ മേശയിലേക്ക് കൊണ്ടുവരാൻ കഴിയുമെന്നതാണ് എതിരാളികൾ കണക്ക് കൂട്ടുന്നതെങ്കിൽ പോലും അതിന് മറുപടിയായി തന്നെ പ്രാദേശിക വ്യാപാര ബന്ധങ്ങളും പുതിയ സാമ്പത്തിക പങ്കാളികളും ഇവിടെ ശക്തിപ്പെടുമെന്നതാണ് ടെഹ്റാൻ അതിനായുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. ചൈന, റഷ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായുള്ള സാമ്പത്തിക സഹകരണം ഇറാന്റെ അടുത്ത പ്രതിരോധ കവചമായി മാറുമോ, അതും ഇവിടെ ശ്രദ്ധേയമാകുന്നുണ്ട്. ഇപ്പോൾ പശ്ചിമേഷ്യയിലെ ഇത്തരത്തിലൊരു പോരാട്ടം അത് പുതിയൊരു രൂപത്തിലേക്കാണ് കൈക്കൊള്ളുന്നത്. മിസൈലുകൾക്ക് ശേഷി, ഉപരോധങ്ങൾ, യുദ്ധക്കപ്പലുകൾക്ക് ശേഷം വിപണിയിലെ സമ്മർദ്ദം. ഇനി ഇറാനെ ലക്ഷ്യമിടുന്നത് സൈനിക ശക്തിയല്ല, സാമ്പത്തിക നട്ടെല്ല് തന്നെയാണ് എന്നത് ഇവിടെ ഏറ്റവും കൂടുതൽ പ്രസക്തമാകുന്ന ഒരു ചോദ്യമായി തന്നെ മാറുന്നുണ്ട്. യുദ്ധഭൂമിയിൽ ഇറാനെ കീഴടക്കാൻ കഴിയാതിരുന്ന ശക്തികൾ ഇനി വിലക്കയറ്റവും ഉപരോധവും ആയുധമാക്കിക്കൊണ്ട് ടെഹ്റാനെ മുട്ടുകുത്തിക്കുമോ എന്നതാണ് ഇവിടെ ഉറ്റുനോക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.